നമുക്കറിയാം, പല അർത്ഥത്തിലുള്ള പഠനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. പക്ഷെ ഈ അർത്ഥത്തിൽ കൃത്യമായിട്ട് ആയത്തിന്റെ ആന്തരികമായിട്ടുള്ള ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഞാനും നിങ്ങളും ജീവിക്കുന്ന ചുറ്റുപാടിൽ ആ ആയത്ത് എന്താണ് എന്നോട് സംവദിക്കുന്നത്. നമ്മൾ തന്നെ വെള്ളിയാഴ്ചകൾ സൂറത്തുൽ കഹ്ഫ് ഓതുന്നു അല്ലേ? ഒരു മടുപ്പുമില്ലാതെ നിരന്തരമായിട്ട് എല്ലാ ആഴ്ചകളിലും ഓരോ വിശ്വാസി സമൂഹവും കൃത്യമായിട്ട് അത് തുറന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത് ഓതുമ്പോൾ ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടിൽ എനിക്കൊരു താണായിട്ട്, ഒരു തണലായിട്ട് അതിൻ്റെ കഥകൾ, അതിൽ പറഞ്ഞിട്ടുള്ള ഗുണപാഠങ്ങൾ എൻ്റെ ജീവിതവുമായിട്ട് ഏകിച്ചേരുവാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള ചിന്തയാണ് യഥാർത്ഥത്തിൽ തദബ്ബുർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. തുറന്നുകൊണ്ട് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്. അമ്മ തഅമ്മുൽ ഫിൽ ഖുർആനി ഫഹുവ തജിദു നാദിറുൽ ഖൽബി ഇലാ മആനിഹി വജംഉൽ ഫിക്രി അലാ തദബ്ബുരിഹി വതഅഖ്ഖുലിഹി ഫഹുവൽ മഖ്സൂദു ബിഇൻസാലിഹി ലാ മുജറദു തിലാവത്തിഹി ബിലാ തഫഹുമിൻ വലാ തദബ്ബുരിൻ. തീർച്ചയായും ഈ പറഞ്ഞിട്ടുള്ള ആയത്തുണ്ടല്ലോ, മോൾ സൂചിപ്പിച്ചിട്ടുള്ള ആ ആയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നത് നിങ്ങളുടെ വെറും ഒരു തിലാവത്ത് മാത്രമല്ല, ഓതി തീർക്കുക എന്നതിനപ്പുറത്തേക്ക് പകരമായിട്ട് അഖ്ലും ഫഹമും ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഈ ഒരു വചനത്തിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത് എന്ന് അദ്ദേഹത്തിന്റെ പ്രസ്താവനയായിട്ട്